ഹലോ ഫ്രണ്ട്സ്, ഈ വരുന്ന 26-ാം തീയതിയാണല്ലോ നമ്മുടെ ലോകസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു BJP കാരനോ അല്ലെങ്കിൽ UDF കാരനോ അല്ലെങ്കിൽ ഒരു LDF കാരനോ അല്ല. എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഈ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ വളരെയധികം നിർണായകമായിരിക്കാം ഒരു അവസ്ഥയിൽ. കാരണം വെച്ചാൽ BJP തന്നെയാണ് വീണ്ടും ഈ ഒരു ഇലക്ഷനിൽ വിജയിക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ തന്നെ ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മുൻപത്തെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ മുസ്ലിം വിരോധാഭാസം നാം കണ്ടതാണ്. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുമെന്നും കോൺഗ്രസ് നമ്മുടെ സമ്പത്ത് എല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നുമെല്ലാം ആ ഒരു പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയുകയുണ്ടായി. ഇത്രയും വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്നവരുടെ ഉദ്ദേശം നാം പറയേണ്ടതില്ലല്ലോ. മുൻ കേരള മുഖ്യമന്ത്രി സഖാവ് അച്യുതാനന്ദൻ അതേ പ്രസ്താവന ഓർപ്പിച്ചു. മുസ്ലിങ്ങൾ നിരന്തരം വേട്ടയാടുന്ന സംഘപരിവാർ ഭരണത്തിൻ്റെ അടുത്ത ലക്ഷ്യം ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയെയാണെന്ന് മണിപ്പൂർ കലാപം നമ്മളെ പഠിപ്പിച്ചതാണ്. ഇനിയും മുന്നോട്ട് പോയ രാജ്യത്തിലെ താഴ്ന്ന ജാതി ഹിന്ദുക്കളെ പോലും സംഘപരിവാർ വേട്ടയാടുന്ന ആ ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ഭരണഘടന പോലും മാറ്റുന്ന കാഴ്ച മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇലക്ട്രോ ബോണ്ട് തട്ടിപ്പ് നടത്തി കോടികൾ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയവരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് വോട്ടിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് UDFനെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്നാണല്ലോ. രാജ്യം കീറി മുറിച്ച് കച്ചവടമാക്കി ജനങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസാനത്തെ വഴിയാണിത്. ഇതിൽ നമ്മുടെ പാർട്ടി നോക്കാതെ BJPയുടെ പ്രധാന എതിരാളിയെ വിജയിപ്പിച്ചാൽ നാളെ നമ്മളും നമ്മുടെ പാർട്ടിയും ഇവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ അവർ നമ്മുടെ രാജ്യം വിറ്റ് ജീവിക്കുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വരും. നമുക്കിനി ഒരു പാർട്ടിക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നോട്ട എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു നോട്ട എന്ന ഓപ്ഷൻ കുത്താൻ ഉദ്ദേശിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണെന്ന് ഞാൻ പറയുള്ളൂ. ഓരോ വോട്ടിൻ്റെയും വില മുൻപ് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇന്ന് ഈ അനുഭവിക്കുന്നത്. നിങ്ങൾ നോട്ട കുത്തുന്നതിലൂടെ ചെയ്യുന്നത് BJP വിജയിപ്പിക്കുക തന്നെയാണ്. അതിനാൽ നമ്മുടെ ഈ ഒരു വോട്ട് ബുദ്ധിപൂർവ്വം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പഴയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.